നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഗോൾ ഹണ്ടിങ് വിത്ത് മൈൻഡ് പവർ ആണ്. നമുക്ക് എങ്ങനെ നമ്മളുടെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എന്താണ് ഗോള് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. സോ വാട്ട് ഈസ് എ ഗോൾ? സോ എ ഗോൾ ഈസ് എൻ ഐഡിയ ഓഫ് ദ ഫ്യൂച്ചർ ഓർ ഡിസൈർഡ് റിസൾട്ട് ദാറ്റ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എൻവിഷൻ, പ്ലാൻ ആൻഡ് കമ്മിറ്റ് ടു അച്ചീവ്. അതായത് ഒരു ഗോൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ ഐഡിയ ഓഫ് ദ ഫ്യൂച്ചർ. നമ്മൾ ഭാവിയിൽ കാണുന്ന ഒരു ആശയമാകാം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന റിസൾട്ട് ആയിരിക്കാം. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ മനസ്സിൽ കാണുന്ന പ്ലാൻ, പദ്ധതി തയ്യാറാക്കുന്ന, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിസൈർഡ് റിസൾട്ട് അല്ലെങ്കിൽ ഒരു ആശയം. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ മനസ്സിൽ കാണുന്നു, അവർ പദ്ധതികൾ തയ്യാറാക്കുന്നു, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മിറ്റഡ് ആയിട്ട് തീരുമാനമെടുക്കുന്നു. അങ്ങനെ തീരുമാനമെടുക്കുന്ന, അങ്ങനെ പദ്ധതികൾ തയ്യാറാക്കുന്ന, അങ്ങനെ ഒരു എഫേർട്ട് ഇടാൻ തയ്യാറായിട്ടുള്ള ഒരു ഡിസൈർഡ് റിസൾട്ട്, മനസ്സിൽ കാണുന്ന ഒരു ഡിസൈർഡ് റിസൾട്ട് ആണ് ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രത്യേക ഒരു ലാസ്റ്റ് വാചകമുണ്ട് നമ്മൾ എടുത്ത് നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. വാട്ട് ഈസ് എ കമ്മിറ്റ്മെന്റ്? കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല നമുക്ക് അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്, നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പം നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾക്ക് അറിയാത്ത എത്ര വലിയ സംഭവങ്ങളായിക്കോട്ടെ, ഇപ്പോഴുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്കത് വേണം, നമ്മൾ തീരുമാനം എടുക്കണം. എന്നെ കൊണ്ട് കഴിയുമോ എന്ന് അറിയില്ല, പക്ഷേ ഐ വാണ്ട് ദാറ്റ്. അതിനാണ് പറയുക കമ്മിറ്റ്മെന്റ്, ആൻഡ് ഐ എം ഗോയിങ് ഫോർ ഇറ്റ്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന, അങ്ങനെ തീരുമാനമെടുക്കുന്ന, എന്ത് തന്നെ വന്നാലും അതിന് ഞാൻ അച്ചീവ് ചെയ്യും. ഇപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, അതിനുള്ള കഴിവ് എനിക്കില്ല, അതെനിക്ക് അറിയില്ല, എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ എം റെഡി ടു ഡു ദാറ്റ് എന്ന് പറയുന്ന തരത്തിൽ. അപ്പം അതത്ര വലിയ ഗോളായിക്കോട്ടെ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ഉണ്ട്, അദ്ദേഹം മരണപ്പെട്ടു, കോബി ബ്രയന്റ്. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. അദ്ദേഹം അമേരിക്കൻ NBA പ്ലെയർ ആണ്. അപ്പോൾ NBA പ്ലെയർ ആയിട്ടുള്ള, നാഷണൽ ലെവലിൽ വളരെ ഹിറ്റായിട്ടുള്ള, ലോകത്ത് വളരെയധികം ടോപ്പ് പെർഫോമറിൽ ഒരാളായിട്ട് മാറിയിട്ടുള്ള ഇദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു NBA നിർത്തിയിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബാസ്കറ്റ്ബോൾ കരിയർ നിർത്തിയിട്ട് അദ്ദേഹം റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരു എഴുത്തുകാരനുണ്ട്, ഒരു സിനിമ കഥാകൃത്തുണ്ട്. സോ ഹി സ്റ്റാർട്ടഡ് എ കമ്പനി വേർ ദേ പ്രൊഡ്യൂസ് മൂവീസ്. അപ്പോൾ അങ്ങനെ മൂവീസ് ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു സംഭവം. അപ്പോൾ ആനിമേഷൻ ലെവലിലുള്ള മൂവീസാണ്. ഓസ്കാർ അവാർഡ് വരെ അദ്ദേഹത്തിന് എന്താ കിട്ടിയിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു വ്യക്തി അങ്ങനെ ഒരു ഇതിലേക്ക് അറിയാം. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വർക്കിനെ കാണുന്നത്, നിങ്ങൾ ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകൾ എങ്ങനെ കാണുന്നത്? പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കാണുന്നത്, ഞങ്ങൾ എടുക്കുന്ന വർക്കുകൾ, ഞങ്ങൾക്ക് വേണ്ട വർക്കുകൾ, ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന വർക്കുകൾ എന്ന് പറയുന്നത് ഓക്കെ യെസ് ഐ ക്യാൻ ഡു ദാറ്റ് എന്ന് പറയുന്ന വർക്കല്ല ഞങ്ങൾ എടുക്കുന്നത്. I don't know if I can do that. That kind of work we take. അപ്പൊ നമ്മളിപ്പോൾ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്, ബട്ട് യു ആർ റെഡി ടു ഡു ഇറ്റ്. So that's what it's all about. It's all about commitment. So you make a commitment that this is my goal, I'm going to achieve it. And you envision that. മനസ്സിൽ കാണണം, അതാണ് മൈൻഡ് പവർ. ഞാൻ അത് അച്ചീവ് ചെയ്ത് സ്വന്തമാക്കും എന്നുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഗോൾ, ആ പോയിന്റ്, അത് മനസ്സിൽ ഇങ്ങനെ കാണാൻ കഴിയുക. യു എൻവിഷൻ ദാറ്റ് പിക്ചർ യു ഷുഡ് സീ ഇൻ യുവർ മൈൻഡ്, ദാറ്റ് എൻഡ് റിസൾട്ട്. അതിനെ പറയുന്ന വെച്ചാൽ ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. മനസ്സിൽ അവസാനം നമ്മൾക്ക് അച്ചീവ് ചെയ്യേണ്ട അവസാന നിമിഷം മനസ്സിൽ കണ്ടുകൊണ്ട് തുടങ്ങുക. ആൻഡ് ദെൻ യു മേക്ക് പ്ലാൻ ഫോർ ഇറ്റ്. എൻവിഷൻ, പ്ലാൻ ആൻഡ് കമ്മിറ്റ് ടു അച്ചീവ്. 3 കാര്യങ്ങളാണ്. നമ്മളെന്ന് വെച്ചാൽ മനസ്സിൽ കാണുക, നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് തീരുമാനിച്ചിട്ട് അത് കാണുക. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? യു മേക്ക് എ പ്ലാൻ ഉണ്ടാക്കുക, എങ്ങനെ അവിടേക്ക് എത്തിച്ചേരും, എന്തൊക്കെ ഞാൻ ചെയ്യേണ്ടി വരും, ആ പദ്ധതികൾ തയ്യാറാക്കുക. ദെൻ വാട്ട് യു ഡു? യു കമ്മിറ്റ്. ഇപ്പൊ ചെയ്യാൻ കഴിയുമോ എന്ന് അറിയില്ലെങ്കിലും, കേപ്പബിലിറ്റി ഇല്ലെങ്കിലും, യു മേക്ക് എ കമ്മിറ്റ്മെന്റ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഗോ ആൻഡ് ഡു whatever it takes to make it happen. And that's what it is. A goal is all about. Goal hunting is all about. അത് നമ്മൾ ചെയ്യാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അതാണ് ഒരു ഗോൾ ഹണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൾസോ അബൌട്ട് ഡിസൈഡിങ് വാട്ട് യു വാണ്ട് ടു അച്ചീവ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കലാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് സെപ്പറേറ്റിംഗ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫ്രം വാട്ട് ഈസ് ഇറലവൻറ്റ്. എന്താണോ വേണ്ടതും എന്താണോ വേണ്ടാത്തതും അതിനെ സെപ്പറേറ്റ് ചെയ്യലാണ്. ഓർ ഡിസ്ട്രാക്ഷൻ. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എന്താണ്, അതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തലാണ് ഗോൾ സെറ്റ് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഗോൾ ഫോക്കസ് ചെയ്യാന്ന് പറയുന്നത്. വൈ ഷുഡ് വി സെറ്റ് ഗോൾസ്? എന്തുകൊണ്ട് ഗോൾ സെറ്റ് ചെയ്യണം? ടു ടേക്ക് കൺട്രോൾ ഓഫ് അവർ ലൈഫ്. നമ്മുടെ ലൈഫിൻ്റെ പൂർണ്ണ നിയന്ത്രണം നമ്മുടെ കൈകളിലേക്ക് വരാൻ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സഹായിക്കും. അധികം ആൾക്കാരുടെയും ലൈഫ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്നറിയോ? ദേ ആർ ബിസി ഓർ ലൈക്ക് ദേ ആർ ലേസി.
മടിയാണ്, അല്ലെങ്കിൽ അവർക്ക് മടികളോടാണ് താല്പര്യം, അല്ലെങ്കിൽ അവർക്ക് എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളോട് താല്പര്യം, മറ്റുള്ളവരുടെ കാര്യങ്ങളുടെ പിന്നാലെയാണ് പോകുന്നത്. അവർക്ക് അവരുടെ ഇമോഷൻസിന്റെ കൺട്രോൾ ഇല്ല, അവർക്ക് അവരുടെ ഫീലിങ്സിന്റെ കൺട്രോൾ ഇല്ല, അവർക്ക് അവരുടെ മടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ സുഖങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. So if you set a goal, you will have control, because you are only thinking about one thing. That's what I want. That is so much important for me. I don't care what the rest of the world is happening. I don't care what is happening with my emotion. I don't care about my laziness, because I don't want to be lazy, because I want this is my dream. I want to go there and achieve it and make it happen. This is my goal. You should think like that. Then get maximum result. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താ വെച്ചാൽ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ പരമാവധി റിസൾട്ട് കിട്ടും. ഒരു ഗോളില്ലാതെ ഒരു ജോലി ചെയ്ത് നോക്കിയേ, നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളത് അറിയാം. എന്തിനു വേണ്ടി ഞാൻ ചെയ്യണം, വൈ ഷുഡ് ഐ ഡു ഇറ്റ് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടൂല. കാരണം നിങ്ങൾ എന്തൊക്കെയോ ചെയ്യും, യു ഡോണ്ട് ഹാവ് എൻ ഒബ്ജക്റ്റീവ്, യു ഡോണ്ട് നോ വൈ യു ആർ അറ്റൻഡിങ് ദിസ് കോഴ്സ്, then you will not get the result. If you know why you are attending this course, if you know you have a goal, because I want to change my life, that goal is there. ആ ഒരു ആഗ്രഹം അവിടെ ഉണ്ടെങ്കിൽ, ആ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഗോളായിട്ട് അവിടെ ഉണ്ടെങ്കിൽ, what will happen? You will get maximum result out of this program. So whatever you do to get maximum result out of this, but you need a goal. Creates accountability. നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധം കൂടും. നിങ്ങൾ ഗോളൊന്നും ഇല്ലെങ്കിൽ എന്താണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ, എന്താ അങ്ങനെ പോയാൽ മതി, ഒരു പൊങ്ങുതടിയെ പോലെ പോയാൽ മതി. അതിന് പകരം എന്ന് വെച്ചാൽ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ലിവിങ് ഫോർ സംതിങ്, യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി. രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ചെയ്യാനുണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടാകും, ലക്ഷ്യബോധം വരും, ഉത്തരവാദിത്തം കൂടും. നെക്സ്റ്റ് എന്താണ്, മോട്ടിവേറ്റ്സ് യു. ഗോളുകൾ നമ്മളെ വല്ലാണ്ട് എന്ത് വെച്ചാൽ മോട്ടിവേറ്റ് ചെയ്യും. ഇറ്റ് വിൽ സ്റ്റേ ആസ് എക്സൈറ്റഡ് ആക്കി കളയും നമ്മളെ. നിങ്ങൾക്ക് നല്ല ഗോൾ ഉണ്ടെങ്കിൽ യു ഷുഡ് ബി സോ ഓൾവേസ് മോട്ടിവേറ്റഡ് ടു സിറ്റ് സ്ട്രേറ്റ് ആൻഡ് ലേൺ ആൻഡ് വർക്ക് ഹാർഡ്. യു ഷുഡ് ഡു ദാറ്റ്. ഗോളുകൾ നമുക്കൊരു ഇല്ലേ, ഞാൻ വർക്ക് ചെയ്യുന്നത് എന്തിനോ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ അത് നമ്മളെ വല്ലാണ്ട് ത്രില്ലടിപ്പിക്കും. അപ്പോൾ ലൈഫ് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ജീവിക്കാൻ ഗോളുകൾ വേണം. ഗോളില്ലാത്തവൻ എന്താണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അവൻ ലേസി ആയി പോകും, മടിയനായി പോകും. നെക്സ്റ്റ് എന്താണ്, ബി ദ ബെസ്റ്റ് യു ക്യാൻ ബി. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ബെസ്റ്റിലേക്ക് നിങ്ങൾ എത്താൻ അത് സഹായിക്കും. ഗോളുകൾ, വലിയ ഗോൾ ഉണ്ടെങ്കിൽ ആ വലിയ ഗോളിനനുസരിച്ച് നിങ്ങൾ ഒരുപാട് നന്നാവേണ്ടി വരും, ഒരുപാട് ഉഷാറാവേണ്ടി വരും. അതിൽ നിങ്ങൾക്ക് എത്താൻ അത് സഹായിക്കും. നെക്സ്റ്റ് എന്താണ്, ലിവ് യുവർ ബെസ്റ്റ് ലൈഫ്. വലിയ ഗോൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ പരമാവധി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ലൈക്ക് ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ. ദാറ്റ് മീൻസ് നിങ്ങൾ എന്ത് ലൈഫ് സ്റ്റൈലാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇഫ് യു വാണ്ട് ടു ട്രാവൽ ദ വേൾഡ്, യു നീഡ് എ ബിഗർ ഗോൾ. ഇഫ് യു വാണ്ട് ടു ഓൺ എ റോൾസ് റോയ്സ്, യു നീഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഗോൾ. ഇഫ് യു വാണ്ട് ടു ഏൺ മില്യൺസ് ഓഫ് മണി, അപ്പോൾ എന്തായിക്കോട്ടെ ആ ലാർജ് ലൈഫ്, ബെസ്റ്റ് ലൈഫ് നിങ്ങൾക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ, യു നീഡ് ഗോൾ ഫോർ ദാറ്റ്. ആൻഡ് യു നീഡ് ഗോൾ ഫോർ മാസ്റ്റർ യുവർ ക്രാഫ്റ്റ്. നിങ്ങളുടെ മേഖലയിൽ കഴിവുള്ളവനാകാൻ ഗോളുകൾ. കാരണം ഗോളുകൾ ഇല്ലാത്തവൻ എന്താണ്, അവനെന്തെങ്കിലും ജോലി ചെയ്യുന്ന അവനറിയില്ല, അവൻ്റെ കഴിവ് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനു ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം, എനിക്ക് ഗോളില്ലല്ലോ. സോ ഹാവ് എ ഗോൾ, യു വിൽ ഇമ്പ്രൂവ് യുവർ ക്രാഫ്റ്റ്. ദെൻ ലീവ് യുവർ പർപ്പസ്. നമുക്കൊക്കെ ഇവിടെ ഒരു പർപ്പസ് ഉണ്ട്, നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ ഗോളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പർപ്പസിലേക്ക് എന്ത് ചെയ്യും, ജീവിക്കാൻ ശ്രമിക്കും. പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കാൻ നമ്മളെ സഹായിക്കും. ഒരുപാട് പേർക്ക് ഉപകാരമുള്ളൊരു ജീവിതം നമുക്ക്, അല്ലേ, ഒരു വലിയൊരു ബിസിനസ്മാൻ ആവണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അറിഞ്ഞോ അറിയാതെയോ ഒരു പർപ്പസ്ഫുൾ ലൈഫുള്ള ഒരാളായി മാറും. എന്താണ് പർപ്പസ്ഫുൾ ലൈഫ്? അയാൾ അറിഞ്ഞോ അറിയാതെയോ ആൾ എന്ത് ചെയ്യും, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ടാകും, ഇല്ലേ. അതൊരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം, നല്ല കാര്യമാണ്. ഇറ്റ്സ് അബൌട്ട് ഗോൾ. നെക്സ്റ്റ് എന്താണ്, ടു ലിവ് എൻ എക്സൈറ്റിംഗ് ലൈഫ്. എവറി ഡേ വല്ലാത്ത എക്സൈറ്റ്മെന്റ്. കാരണം എന്താ, നമ്മൾ വീഡിയോ ഗെയിം കളിക്കുമ്പോൾ നല്ല എക്സൈറ്റ്മെന്റാണ്. കളിക്കുമ്പോൾ എന്താ കാര്യം, ആ വീഡിയോ ഗെയിമിൽ എന്തുണ്ട്, കളിക്കുമ്പോൾ തന്നെ ഒരു ഗോൾ ഉണ്ട്, അല്ലേ. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ഓരോ ലെവൽ കിടക്കണം. ഓരോ ലെവലിലും എന്തുണ്ടാകും, നമുക്ക് ചാലഞ്ചസ് വരും. എക്സൈറ്റ്മെന്റ് വരുന്നത് നമുക്ക് എന്താ പറയുക, ഒരു ത്രില്ലിംഗ് ലൈഫ് നമുക്ക് കിട്ടണം. ആ ത്രില്ലിംഗ് ലൈഫ് നമുക്ക് ആസ്വദിക്കണം. അത് എക്സൈറ്റ്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്കത് കിട്ടുക. അതൊരു ഒരു എന്താ പറയുക, ഓരോ ചാലഞ്ചുകളും മറികടക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്കാണ്. അപ്പോൾ ഒരു ലൈഫ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ വി ഓൾവേസ് നീഡ് സം ചാലഞ്ചസ്. ആ ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഗോളാണ്. നമ്മുടെ ഗോളിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്തു. വീഡിയോ ഗെയിമിൽ ഓൾറെഡി ഗോളുകളാണ് എല്ലാം. നമ്മുടെ ലൈഫും അതേപോലെ വീഡിയോ ഗെയിം പോലെ എക്സൈറ്റിംഗ് ആയി മാറണമെന്നുണ്ടെങ്കിൽ വി നീഡ് ഗോൾസ്. സോ സെറ്റ് ഗോൾസ്. നെക്സ്റ്റ് എന്താണ്, ഇൻക്രീസ് ദ ചാൻസ് ഓഫ് സക്സസ്. കോഴിക്കോട്ടേക്ക് പോകണം എന്നൊരാൾ ആഗ്രഹിച്ച ഒരാൾ രാവിലെ എണീക്കുന്നു, അയാൾ കോഴിക്കോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനത്തെ കോഴിക്കോട്ടേക്ക് പോകണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലാത്ത ഒരാൾ. ഇവർ രണ്ടുപേരിൽ ആരാണ് കോഴിക്കോട് എത്താൻ ഒരു 99.9% സാധ്യത? ഗോളുള്ളവനാണോ ഇല്ലാത്തവനാണോ?
ഗോൾ ഉള്ളവനാണ്, ഒരു സംശയമില്ല. അപ്പോൾ ഗോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിജയിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഗോളുകൾ സെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അവൻ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലാത്തവൻ വളരെ സാധ്യത കുറവ്. അപ്പോൾ നിങ്ങൾക്കൊരു വ്യക്തമായ ഗോൾ ഇല്ലെങ്കിൽ യു വിൽ നോട്ട് ബി സക്സസ്ഫുൾ. ആൻഡ് മോർ ദാൻ ദാറ്റ്, പീപ്പിൾ വിത്തൗട്ട് ഗോൾ വർക്ക് ഫോർ ഡ്രീം ആൻഡ് ഗോൾസ് ഓഫ് അതേഴ്സ്. ലക്ഷ്യങ്ങളില്ലാത്ത ആൾക്കാർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നു, മറ്റുള്ളവരുടെ കമ്പനികളിൽ അവരുടെ ഗോളുള്ള മുതലാളിയുടെ കമ്പനിയെ ജോലി ചെയ്യുന്നു, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജോലി ചെയ്യുന്നു. ദേ ആർ നോട്ട് ലിവിങ് ഫോർ ദം, ദേ ആർ ലിവിങ് ഫോർ ദെയർ അതർ പീപ്പിൾ. ഇവിടെ വ്യക്തമായിട്ട് ഗോൾ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കെന്ത് വേണം, എനിക്ക് എങ്ങനെ ജീവിക്കണം എന്ന് വ്യക്തമായ ധാരണയില്ലാത്ത ആൾക്കാർ മറ്റുള്ളവന്റെ കെണിയിൽപ്പെട്ട് ജീവിക്കും, മറ്റുള്ളവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കും, മറ്റുള്ളവന്റെ ബന്ധനത്തിൽ ജീവിക്കും, കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് ജീവിക്കും. സ്വന്തം ഇഷ്ടങ്ങളുടെ പിന്നാലെ പോകാൻ കഴിയില്ല, പുറകെ പോകാൻ കഴിയില്ല, അതിന് സ്വന്തത്തിന് വേണ്ടിയിട്ട് ജീവിക്കില്ല, സ്വന്തം ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. കാരണം അവന് ഗോളില്ല. അവൻ ജീവിക്കുന്നത് വേറെ ആരുടെയൊക്കെ ഗോളിന് വേണ്ടിയിട്ടാണ്. സ്വന്തം പിതാവ് പറഞ്ഞ ഗോള്, മാതാവ് പറഞ്ഞ ഗോള്, സഹോദരങ്ങൾ പറഞ്ഞ ഗോള്, ഉസ്താദ് പറഞ്ഞ ഗോള്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നാട്ടുകാർ പറഞ്ഞ ഗോള്, സുഹൃത്തുക്കൾ പറഞ്ഞ ഗോള്. They are living their life. You have to live your life, man. That's why God or all the Almighty or whatever the universal power, it doesn't matter what do you call it, that gave you like some like intelligence. ബുദ്ധി തന്നിട്ടുണ്ട്, കഴിവ് തന്നിട്ടുണ്ട്, ആഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അത് നിന്റേത് മാത്രമായിട്ട്, നിനക്ക് മാത്രമായിട്ട് യുണീക്കായി തന്നിട്ടുണ്ട്. നിന്റെ ശരീരത്തിന്റെ രൂപം പോലെ തന്നെ നിന്റെ ആഗ്രഹങ്ങൾ വേറെ ആളെ പോലെ അല്ല. So you have to run your own race, you have to run your own race. So live your life. For that you need to set goals. If you don't have a goal, you will be living other people's lives. It's just like that. That's a truth. So set goals. Goals നമ്മൾ സെറ്റ് ചെയ്തേ പറ്റൂ. ആൻഡ് ആ ഗോളുകൾ വിജയിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ, അപ്പം ഞാൻ ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഗോളുകൾ അധികം ആൾക്കാരും ഗോളുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്, അധികം ആൾക്കാരും ഗോളുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ആഗ്രഹങ്ങൾ പലർക്കും ഉണ്ട്. എന്തുകൊണ്ട് നടക്കുന്നില്ല? ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് റിട്ടൺ. അത് എഴുതപ്പെട്ടിട്ടില്ല, എഴുതുന്നില്ല, അതിന്റെ പിന്നാലെ പോകാൻ തയ്യാറല്ല. അതിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ പിന്നാലെ പോയിട്ട് എങ്ങനെ അത് വർക്കൗട്ട് ചെയ്തെടുക്കണം എന്ന് അറിയില്ല. കാരണം ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ആ ഗോളുകൾ വിജയിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതേ ആഗ്രഹത്തിന് മാച്ച് ആവുന്ന കുറെ ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടാകണം. ആ ക്വാളിറ്റീസ് നമ്മുടെ ഉള്ളിലുണ്ട്, എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷെ അതെന്താണ്? അത് ലോക്കായി കിടക്കുകയാണ്. സോ അത് ലോക്ക്ഡായി കിടക്കുന്ന ആ ഒരു സംഭവം നമ്മൾ എന്ന് വെച്ചാൽ മറികടക്കണം. നമ്മുടെ ഗോളുകൾ നമ്മൾ എന്ത് ചെയ്യണം? അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മളുടെ കപ്പാസിറ്റി നമ്മൾ കൂട്ടണം. ഞാൻ ചോദിക്കട്ടെ, ഇത് വലിയ ഗോളുകൾ അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാവരും നിങ്ങളെ പോലെ കണ്ണും മൂക്കും കൈയും കാലും ഈ പറഞ്ഞിരിക്കുന്ന ഇതേപോലെ ശരീരമുള്ള വ്യക്തികളാണല്ലോ. അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വാട്ട് ഇസ് എ പ്രോബ്ലം? there is some issue is there. What is the problem? Problem is the environment you born. നിങ്ങൾ വളർന്നു വന്ന സാഹചര്യമാണ് പ്രശ്നം. നിങ്ങളുടെ ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കഴിവുണ്ട്. ആ കഴിവുകൾ മുഴുവൻ എന്ത് ചെയ്യാണ്? ബ്ലോക്കായി കിടക്കുകയാണ്. എന്തിലാ ബ്ലോക്കായി കിടക്കുന്നത്? 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ബ്ലോക്കായി കിടക്കുകയാണ്. 45,000-ഓളം വരുന്ന നമ്മുടെ തന്നെ കഴിവുകളെ ചങ്ങലക്കിട്ടിരിക്കുന്ന ലിമിറ്റിംഗ് ബിലീഫുകളാൽ എന്താ വെച്ചാൽ നമ്മുടെ ഗോളുകൾ ചോദിച്ചാൽ മതി, എന്തുകൊണ്ട് ഞാൻ അവിടേക്ക് എത്തുന്നില്ല? കാരണം എന്താ വെച്ചാൽ എന്തുകൊണ്ട് എന്റെ ആ ഒരു ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് എന്റെ ആ ഏരിയയിൽ എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല? ബിക്കോസ് ദർ ഈസ് എ ലിമിറ്റിംഗ് ബിലീഫ് ദർ. അവിടെ നമ്മുടെ ഉള്ളിൽ എന്താ വെച്ചാൽ ഒരു എന്തുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന ലിമിറ്റിംഗ് ബിലീഫ് കാരണത്താൽ എന്താ വെച്ചാൽ സ്റ്റക്കായി കിടക്കുകയാണ്. ഇത് എവിടെ നിന്നുണ്ടാകുന്ന? ചെറുപ്പം മുതൽ നമുക്ക് കിട്ടുന്നതാ. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം ആരുടെ നിന്നൊക്കെ കിട്ടുന്നത്? 4 തരത്തിലത് വരുന്നതെന്ന് പറയുന്നത്. ഒന്ന്, ഈ ലിമിറ്റിംഗ് ബിലീഫിന് കാരണമാകുന്ന ഒരു കാരണം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബ്ലോക്കുകളാണ്. നമുക്ക് കിട്ടേണ്ട സ്നേഹം, ഇമോഷണൽ ബ്ലോക്ക് എന്നതിന് വിളിക്കും. ഏറ്റവും പ്രധാനമായിട്ടെന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട രീതിയിൽ കിട്ടിയിട്ടുണ്ടാവില്ല, പരിഗണന കിട്ടേണ്ട രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. സ്നേഹം കിട്ടുമ്പോൾ കിട്ടുണ്ടാകുന്ന ഒരു ധൈര്യമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. യു ഷുഡ് എക്സ്പീരിയൻസ് ദാറ്റ്. നമ്മളിൽ അധികം ആൾക്കാർക്കും കിട്ടേണ്ട രീതിയിൽ സ്നേഹം കിട്ടിയിട്ടില്ല, പരിഗണന കിട്ടിയിട്ടില്ല, റെസ്പെക്ട് കിട്ടിയിട്ടില്ല. പലതവണ ഒറ്റപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഫിസിക്കലി മെന്റലി ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ എന്ന് വെച്ചാൽ ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. നമുക്കിപ്പോ ആരെയും വിശ്വാസമില്ല. വിജയിക്കണം എന്നുണ്ടെങ്കിൽ വിശ്വാസം വേണം, വിജയിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണം, വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ വേണം. ഈ അവസരങ്ങൾ കിടക്കുന്നത് മറ്റുള്ളവരുടെ കൈകളിലാണ്. വലിയ വിജയങ്ങൾ നേടണം എന്നുണ്ടെങ്കിൽ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യണം? ബിസിനസ്സിലൊക്കെ വൻ വിജയങ്ങൾ നേട്ടമുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട്നേഴ്സിന് വേണം, അസോസിയേറ്റ്സിന് വേണം, കൊളാബറേഷൻസ് വേണം. ഇത് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമുക്ക് വിശ്വാസമില്ല. അവൻ എന്നെ പറ്റിക്കോ, ഇവൻ എന്നെ പറ്റിക്കോ എന്നുള്ള പേടിയാണ്, അവൻ എന്നെ മിസ്യൂസ് ചെയ്യുമോ എന്നുള്ള പേടിയാണ്. അധികം ആൾക്കാരും മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാവരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് വെച്ചാൽ ഈ ലോകത്തുള്ളത് പലരും
ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ്, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വളരില്ല ആ വിശ്വാസം വെച്ചിട്ട്. ദാറ്റ് ഈസ് അനദർ ലിമിറ്റിംഗ് ബിലീഫ്. നിങ്ങളുടെ ഉള്ളിൽ കഴിവുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളെ പോലെ തന്നെയാണ് മറ്റുള്ള പല ആൾക്കാരും. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ, വളരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, സ്വപ്നങ്ങളുണ്ടെങ്കിൽ, അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെ സപ്പോർട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്ന, ഇതുപോലെ വലിയ സ്വപ്നങ്ങളുള്ള, വേദനകളിലൂടെ കടന്നു പോകുന്ന നിങ്ങളെപ്പോലുള്ള വേറെയും ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ യു ക്യാൻ ഹെൽപ്പ് യുവർ സെൽഫ്, യു ക്യാൻ ഹെൽപ്പ് ഈച്ച് അതർ ആൻഡ് ഗ്രോ together and achieve all your dreams. But you don't know how to do it because you can't trust that person, because you have gone through a painful experience back in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമയത്ത് നിങ്ങൾ ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു, വേദനിപ്പിക്കപ്പെട്ടു, ഒറ്റപ്പെടുത്തപ്പെട്ടു, അല്ലെങ്കിൽ കേട്ടു എന്ത് എല്ലാവരും വിശ്വസിക്കാൻ പാടില്ല, ആ കൂട്ടത്തിൽ നടക്കാൻ പാടില്ല, ഈ കൂട്ടത്തിൽ നടക്കാൻ പാടില്ല, അവൻ ഇന്ന ജാതിയാണ് അവൻ്റെ കൂടെ നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന മതക്കാരനാണ് അവൻ്റെ കൂടെ നടക്കാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ ഓരോരോ വിഭാഗീയത വെച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ലിമിറ്റിംഗ് ബിലീഫുകൾ കയറി വന്നു. നമ്മളൊക്കെ വളർന്നു വന്നത് വളരെ മോശം എൻവയോൺമെന്റിലാണ്, ടു ബി ഹോണസ്റ്റ്. ആ എൻവയോൺമെന്റുകൾ നമ്മളെ ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം, നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്, പക്ഷെ അതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ കോൺഫിഡൻസ്. നമ്മളോട് പറഞ്ഞത് എന്താ? ഒക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. നമ്മളെ പേടിപ്പിച്ചതാ. നമ്മൾ പറഞ്ഞത് എന്താ? അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, എങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ നീ നരകത്തിൽ പോകും, അത് ചെയ്ത് കഴിഞ്ഞാൽ നീ ഇതിൽ പോകും, നീ ആ കഴിവ് നിനക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് നീ പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്ന് വിചാരിച്ചു അത് പാടാൻ പാടില്ല, അത് തെറ്റാണ്, ഇത് തെറ്റാണ്, നീ കളിക്കാൻ പാടില്ല, നീ ഫുട്ബോൾ കളിക്കാൻ പാടില്ല, അത് തെറ്റാണ്, ഇത് തെറ്റാണ്. What the fuck? And we still believe all those kind of things. And നമ്മുടെ ഉള്ളിൽ കഴിവ് ആര് തന്നു? നമ്മുടെ ഉള്ളിൽ ഈ കഴിവും കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ആര് തന്നു? എവിടെ നിന്ന് കിട്ടി നമുക്ക്? നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ആക്ട് ചെയ്യാൻ പാടില്ല, അഭിനയിക്കാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, അങ്ങനെ. അതാണ് മറ്റൊരു ലിമിറ്റിംഗ് ബിലീഫ്. റിലേഷൻഷിപ്പിന്റെ അതേമാതിരി തന്നെ ഒരു ബ്ലോക്ക് ആണെന്ന് വെച്ചാൽ റിലീജിയസ് ബ്ലോക്ക്, മതങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ബ്ലോക്കുകൾ പൊട്ടിച്ചെറിയണം. മതം വേണ്ടെന്നല്ല പറയുന്നത്, മതം മോശമാണെന്നല്ല പറയുന്നത്. അത് പഠിപ്പിക്കുന്ന മതപുരോഹിതന്മാർ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ തലയിൽ കയറ്റി വെക്കുന്നുണ്ട്. എന്തിന്? വൈ? ഇനി വേറെ രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ പറഞ്ഞ അതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കും. കാരണം ആ രൂപത്തിൽ അത് പറയുകയും ചെയ്യും. മനുഷ്യന് വിശ്വസിപ്പിക്കാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞാൽ മതി, ഒന്ന്. രണ്ടാമത്തത് പേടിപ്പിച്ചാൽ മതി, ഇവൻ വിശ്വസിക്കും. നരകത്ത് പോകുന്നു പറഞ്ഞാൽ മതി, പിന്നെ ആ വഴിക്കവൻ പോകില്ല, എന്തും വിശ്വസിക്കും. അത് ചോദ്യം ചെയ്യാൻ പാടില്ല, ചോദ്യം ചെയ്താൽ പോവും. അതിനെപ്പറ്റി ചിന്തിക്കാൻ പാടില്ല, ചിന്തിച്ചാൽ നിരത്ത് പോവും. എന്ത് ചെയ്താലും അനങ്ങിയ മുണ്ടിയ പൊറാട്ട എന്ന് പറഞ്ഞാൽ മതി, അനങ്ങിയ നിരക്കും. ഇത് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് അതുകൊണ്ടെന്ന് വെച്ചാൽ സത്യം എന്താണെന്ന് അന്വേഷിക്കാൻ പോലും ധൈര്യമില്ല. ഇപ്പോൾ get the fuck out and learn. That's it. പഠിക്കണം മതി. പുറത്ത് കടന്നിട്ട് പഠിച്ചോ, പഠിച്ചിട്ട് ശരി എന്തെന്നുള്ളത് ചോദിക്കും. ആരോ പറഞ്ഞു തന്നതല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. വി ഷുഡ് ലേൺ ദ റിയൽ റിലീജിയൻ. ഞാൻ പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചെക്ക് വാട്ട് യു ഹാവ് ലേൺഡ്. നിങ്ങൾ പഠിച്ചത് ഒന്ന് പുനഃപരിശോധിക്കുക. അന്ധമായിട്ട് വിശ്വസിക്കരുത്. പഠിപ്പിച്ചതിൽ പലതിനും പോരായ്മകളുണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് ലിമിറ്റിംഗ് യു. ലിവ് യുവർ ലൈഫ്. യു ഹാവ് ഓൾ ദ റൈറ്റ്സ് ടു ലിവ്. പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളെന്താ പറയുക, നമ്മളെന്ന് വെച്ചാൽ നമ്മളോട് ആരൊക്കെ പറഞ്ഞു, ആ പറഞ്ഞത് നമ്മൾ ദിസ് ഈസ് കോൾഡ് അൺചെക്ക്ഡ് ട്രൂത്ത്. നമ്മൾ ചെക്ക് ചെയ്യാതെ സത്യമാണ് എന്ന് വിശ്വസിച്ച് വെക്കുന്ന എല്ലാ കാര്യങ്ങളും ലിമിറ്റിംഗ് ബിലീഫിന് വഴിയൊരുക്കുന്നുണ്ടാകും. ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിക്കുക. അൺചെക്ക്ഡ് ട്രൂത്ത്. പല കാര്യങ്ങളും അൺചെക്ക്ഡ് ആണ്. ചെക്ക് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല, ചെക്ക് ചെയ്യണ്ട, പഠിക്കണ്ട. സോ ദാറ്റ് ഈസ് ബിക്കം എ ലിമിറ്റിംഗ് ബിലീഫ് ഫോർ അസ്. സോ സ്റ്റഡി. എല്ലായിടത്തും അതല്ലേ പറഞ്ഞത്, പഠിക്കാനേ പറഞ്ഞുള്ളൂ. ഈ മതങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ. പക്ഷെ പിന്നെ എന്തിനാ പഠിക്കാൻ പേടിക്കുന്നത്? പഠിക്കും. എന്നിട്ട് പഠിച്ചിട്ട് ഇതിൻ്റെ ശരിയായ രീതിയിലൂടെ കാര്യങ്ങൾ ആലോചിക്കും. അല്ലാതെ അന്ധമായ വിശ്വാസങ്ങളുമായിട്ട് പോയിട്ട് ജീവിതം ഇങ്ങനെ നരകിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരൊക്കെയോ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട്, എവിടെ നിന്നൊക്കെയോ കേട്ടെന്ന് വിചാരിച്ചിട്ട് ഡോണ്ട് ഡു ദാറ്റ്. ഡോണ്ട് ലിമിറ്റ് യുവർ ലൈഫ്, ലീവ് യുവർ ലൈഫ്. ഓക്കെ, ഓൾ റൈറ്റ്. സോ ദാറ്റ് ഈസ് അനദർ തിങ്. അടുത്തത് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ബ്ലോക്ക്. ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരുപാട് ബ്ലോക്കുകളുണ്ട്. അപ്പം അങ്ങനെ കുറേ ലിമിറ്റിംഗ് ബിലീഫുകളാൽ നമ്മുടെ കഴിവുകൾ എന്ത് ചെയ്യാണ്? ലോക്ക്ഡായി കിടക്കുക. ഇത് പുറത്ത് വരണമെന്ന്. എന്തൊക്കെയാണ് നമ്മുടെ കഴിവുകൾ? നമ്മുടെ കഴിവ് എന്ന് പറഞ്ഞാൽ അപാരമാണ്. ഈ ഗോളുകൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കഴിവുകൾ ആവശ്യമാണ്. ആ കഴിവുകൾ പറയുന്ന പേരാണ് മെൻ്റൽ റിസോഴ്സസ് എന്ന് പറയും. സക്സസ്, വിജയത്തിന് ഒരു 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 സത്യാവസ്ഥയുണ്ട്. സക്സസ് എന്ന് പറയുന്നത് ട്രൂത്ത് 90% മൈൻഡ് സെറ്റാണ്, 10% ടെക്നിക്കാണ്. നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ പ്രശ്നം നമ്മുടെ മൈൻഡ് കറക്റ്റ് അല്ല, നമ്മുടെ കാഴ്ചപ്പാടില്ല. എന്താണ് മൈൻഡ് കറക്റ്റ് ആവേണ്ടത്? മൈൻഡിൽ ആ വിജയിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് വരേണ്ട കുറേ കഴിവുകളുണ്ട്. ആ കഴിവുകൾ പുറത്തു വരാതെ കിടക്കുക. ഞാൻ ഇനി പറയാൻ പോകുന്ന കഴിവുകളൊന്നും അധിക ബിലോ ആവറേജ് ജീവിതം നയിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇല്ലാത്ത സാധനങ്ങളാണ്. നോക്കിക്കോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ.
ഒരു ഓട്ടോ ഓടിച്ച് കാലാകാലം ഓട്ടോ ഓടിച്ച് പോകുന്ന, അല്ലെങ്കിൽ ദുരിതമായി ഇങ്ങനെ പാവപ്പെട്ടവനെ പോലെ ജീവിക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രയാസമായിട്ട് ചിന്തിക്കുന്ന പല ആൾക്കാർക്കും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഉണ്ട്, അവരുടെ ഉള്ളിലുണ്ട്, പക്ഷെ പുറത്തെടുക്കാൻ കഴിയുന്നില്ല. അവർ പുറത്തെടുക്കാതെ ജീവിതം തീർക്കുന്നവരാണ്. അത് ചുമട്ട് തൊഴിലാളികളായിക്കോട്ടെ, വളരെ വിഷമകരമായിട്ടുള്ള ഫിസിക്കലി ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള അധികം ആൾക്കാർക്കും അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ട് പുറത്തെടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള, ഉന്നതങ്ങളിൽ എത്തിയിട്ടുള്ള, നല്ല ജോലി നേടിയിട്ടുള്ള, നല്ല വരുമാനം നേടിയിട്ടുള്ള ആൾക്കാർക്ക് ഉള്ളത് ഇനി പറയുന്ന കഴിവുകളാണ്. അവരത് പുറത്തെടുക്കുന്നുണ്ട്, അവർ വിജയിക്കുന്നു. നമുക്കതില്ല, നമുക്കത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അതില്ല, അത് അവർ പുറത്തെടുക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നു. ജീവിതം എന്നും ദുരിതപൂർണ്ണമാണ് അവരുടെ. എന്തൊക്കെയാണ് കഴിവ്? നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള കഴിവുകൾ എന്താണ്? ആ കഴിവുകൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ യു ആർ അൺലിമിറ്റഡ്. സോ ഫോർ ദാറ്റ് യു നീഡ് ടു break all the limitations, and that talent should come out of you, and it will empower you to achieve all the dreams, all the goals, and that's the way you make it happen. Let's talk about that. What is that? It's called mental resources. വിജയിക്കണം എന്നതിന് നമുക്ക് ആവശ്യമാണ് ഉള്ളിൽ നിന്ന് മോട്ടിവേഷൻ വേണം. അധികം ആൾക്കാർക്കും അതില്ല. ഉള്ളിൽ നിന്ന് മോട്ടിവേഷൻ, അത് മാനസികമായിട്ട് ഉള്ളിൽ കിടക്കണം. എനിക്ക് വിജയിക്കാനുള്ള കഴിവ്, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളവന് മാത്രമേ ഈ മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അടുത്ത വേണ്ടത് വിജയിക്കാൻ വേണ്ടി നന്നായിട്ട് ജോലി ചെയ്യണം. ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റിസൾട്ട് ഓറിയന്റഡ് ജോലി ചെയ്യണം. ഈ ചെയ്യുന്ന ജോലിയിൽ കോൺസെൻട്രേഷൻ വേണം. നല്ല കോൺസെൻട്രേഷനോട് കൂടി പഠിക്കാൻ കഴിയണം, ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയണം. സാധാരണക്കാരനത് പറ്റുന്നില്ല. അവന് ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയില്ല, കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കാൻ കഴിയുന്നില്ല. അവന്റെ കഴിവ് പോയിരിക്കുക. കമ്മിറ്റ്മെന്റ്, എടുത്ത തീരുമാനത്തിൽ എന്ന് വെച്ചാൽ എന്ത് തന്നെ വന്നാലും പിന്തിരിയൂല എന്നുള്ള, ഏത് അവസ്ഥയിലേക്ക് പോയാലും പിന്തിരിയൂല എന്നുള്ള മനോഭാവമാണ്. സാധാരണക്കാരൻ അതുണ്ടോ? ഒരു തീരുമാനം എടുക്കുക, ഒരു ബിസിനസ് തുടങ്ങുക, സംഭവങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തൊന്ന് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ദേ പോണു, നിർത്തിപ്പോകും. So that is another thing. Commitment. അടുത്ത ക്വാളിറ്റി എന്താണ്? വിൽ പവർ വേണം. വിൽ പവർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിന്നിട്ട് എന്തിലൂടെയും കടന്നു പോകാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല പ്രതിസന്ധികളും സിറ്റുവേഷൻസ് ഒക്കെ വന്നാലും യു ജസ്റ്റ് കീപ് ഓൺ ഗോയിങ്, കീപ് ഓൺ ഗോയിങ്, കീപ് ഓൺ ഗോയിങ്. ആ ഒരു മുന്നോട്ട് പോകാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. വിൽ പവർ ഇത് സാധാരണക്കാരനുണ്ടോ? ഇല്ല. തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിർത്തിപ്പോവും. സെൽഫ് ഡിസിപ്ലിൻ. ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വെയിറ്റ് കുറക്കണം, ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസം പോകും. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. എന്താ കാരണം? കറക്റ്റായിട്ട് സമയത്തിന് പോകാൻ പറ്റുന്നില്ല. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതം എടുത്ത് നോക്കൂ. ദേ ആർ ഷാർപ്പ് ഓൺ ടൈം, ദേ ആർ സോ ഡിസിപ്ലിൻഡ്. അവർ കറക്റ്റ് ടൈമിന് അവർ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യും. മറ്റുള്ളവർക്ക് ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ടാകും. ശ്രദ്ധിച്ചു നോക്കൂ, ബിലോ ആവറേജ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആൾക്കാർ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് എന്ത് എക്സ്ക്യൂസ് ആയാലും കുഴപ്പമില്ല. അത് അങ്ങനെയാണ്, ആ ബസ് ലേറ്റ് ആയി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അതിൽ ഇത് കിട്ടിയില്ല, അല്ലെങ്കിൽ കോവിഡ് ആണ്, അല്ലെങ്കിൽ മറ്റേ എക്സ്ക്യൂസ്. ദോസ് പീപ്പിൾ ആർ ലൈക്ക്, സോ ദാറ്റ്സ് വൈ their life is like that. You have to be very disciplined. ഡിസിപ്ലിൻഡ് ആയിട്ട് നിരന്തരം പൊരുതി മുന്നോട്ട് പോകാനുള്ള ഡിസിപ്ലിൻ നമ്മുടെ ഉള്ളിലുള്ള ക്വാളിറ്റിയാണ്. അതുള്ളവനെ മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ. അടുത്ത എന്താണ്? ക്രിയേറ്റിവിറ്റി. സാധാരണക്കാരുടെ ലൈഫിൽ എന്ത് ക്രിയേറ്റിവിറ്റിയാണ് ഉള്ളത്? അവരുടെ ലൈഫിൽ ക്രിയേറ്റിവിറ്റി വളരെ, അവന് ഇപ്പൊ പലരും ക്രിയേറ്റിവിറ്റി ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ ആ ക്രിയേറ്റിവിറ്റി റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടാലന്റ് പലർക്കും ഉണ്ട്, പക്ഷെ ക്രിയേറ്റിവിറ്റി ഇല്ല. എന്താണ് ക്രിയേറ്റിവിറ്റി? എബിലിറ്റി ടു ക്രിയേറ്റ്. ആ ടാലന്റ് ഉപയോഗിച്ചുകൊണ്ട്, ടാലന്റ് നമ്മുടെ ഒരു ആയുധമാണ്, നമ്മുടെ സ്കില്ലാണ്. ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തോ അവിടെ സൃഷ്ടിക്കാനുണ്ട്. ആ സൃഷ്ടിക്കാനുള്ള എബിലിറ്റി, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ടു ക്രിയേറ്റ്, സൃഷ്ടിക്കാനുള്ള കഴിവ്. അത് ആ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ചിന്തിച്ച് അതിലേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ള ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡ് ഇല്ല. അതുണ്ടെങ്കിൽ എന്നോ സാധാരണക്കാരൻ രക്ഷപ്പെട്ടു പോകും. അതുണ്ട് ഉള്ളില്, പക്ഷെ പുറത്തെടുക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് അത് ചെയ്യാൻ അറിയില്ല. ബിക്കോസ് ഹി ഡസന്റ് നോ വെദർ ഹി ഹാസ് ഇറ്റ്. അതുണ്ടോ എന്ന് പോലും അറിയില്ല അവന്. കാരണം അവനെ പറഞ്ഞ് പറ്റിച്ചേക്കുക. അവർ ഈ പറഞ്ഞിരിക്കുന്നത് നീ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, മറ്റത് ചെയ്യാൻ പാടില്ല, മറിച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവനെ പേടിപ്പിച്ച് നിർത്തിയേക്കുക. അവ പിന്നെ എങ്ങനെ ക്രിയേറ്റിവിറ്റി വരുള്ളൂ? കാരണം ഇവനൊക്കെ ക്രിയേറ്റിവിറ്റി വന്നു കഴിഞ്ഞാണല്ലോ, ഈ പറയുന്ന ആൾക്കാർ പറഞ്ഞൊന്നും പിന്നെ കേൾക്കൂല, ചിന്തിക്കാൻ തുടങ്ങും, മുന്നോട്ട് പോകാൻ തുടങ്ങും. അതിന് നോക്കിയോ, അടുത്ത 5-10 കൊല്ലത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് അതാണ്. ദ വേൾഡ് ഈസ് ഗോയിങ് ടു ചേഞ്ച് എ ലോട്ട്. ബിക്കോസ് കാരണം പണ്ട് ഉള്ള ആൾക്കാർ, ഇത്രയും കാലം സാധാരണക്കാരായിട്ടുള്ള ജീവിച്ചിട്ടുള്ള ആൾക്കാർ, ബുദ്ധിമുട്ടി ജീവിച്ചിട്ടുള്ള ആൾക്കാർ, ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ മൂലം കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വന്ന ആൾക്കാർ, അതിലേക്കൊക്കെ അന്ന് എന്തുകൊണ്ട് അവരങ്ങനെ ആയി പോയിച്ചാൽ അറിവുണ്ടായിരുന്നില്ല. യഥാർത്ഥ നോളജ് അവരുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ യഥാർത്ഥ നോളജ് അവരുടെ കൈകളിലേക്ക് എന്ത് ചെയ്യാണ്? എത്താൻ പോവുകയാണ്. ഓൾറെഡി ഇപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി മൂലം, സോഷ്യൽ മീഡിയ മൂലം എവ്രിവൺ ഈസ് ഗെറ്റിംഗ് എഡ്യൂക്കേറ്റഡ്. അത് പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് എന്തുണ്ടായിരുന്നു? ഈ പറയുന്ന ആൾക്കാർ മാത്രം, പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രം, സിസ്റ്റംസ് മാത്രം പറയുന്ന നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളായിരുന്നു, അത് മാത്രമേ കേൾക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ, അത് മാത്രമേ കേൾക്കാനുള്ള അവസരം ഉണ്ടായിരുന്നുള്ളൂ. വേറൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
there was a system, school system, education system, political system, media system. All these powerful people control this. Now they don't have the control. Anyone can share anything. It is reaching everywhere, and so everyone is educated. അപ്പോൾ എന്താ സംഭവിക്കുക? എല്ലാവരും പവർഫുള്ളായി. എഡ്യൂക്കേഷൻ വന്നതോടുകൂടി എല്ലാവരും പവർഫുൾ ആയപ്പോൾ കണ്ടോ, 15 വയസ്സുള്ളവൻ കോടീശ്വരനായപ്പോൾ, 10 വയസ്സുള്ളവൻ കോടീശ്വരനായപ്പോൾ, യൂട്യൂബർ. ചെറിയ പിള്ളേർ കോടീശ്വരന്മാരാണ്, 3, 4, 5 വയസ്സുള്ള. സാധ്യതയാണത്. അന്നത്തെ കാലത്തൊക്കെ, അതും ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെയാണ്, ചെറിയ പിള്ളേർ 3, 4 വയസ്സായിട്ടുള്ളൂ. They are already like how they are making money, so much money, and they are being enabled, and they are helping their family. 1 വയസ്സ് 2 വയസ്സാകുമ്പോഴേക്കും അല്ലെങ്കിൽ 3 വയസ്സാകുമ്പോഴേക്കും they are already helping they are building their houses. So this is the power of, that power is there. ഇപ്പൊ ഇനി വരാൻ പോകുന്ന ലോകത്ത് ജീവിക്കുന്ന പിള്ളേർ എന്ന് പറയുന്നത് they are so much powerful because they are free from these kind of bullshit, and they are going to they will not suffer, and that's why their life becomes so easy. And it's not that easy, but it becomes much easier. കാരണം പണ്ട് കാലത്ത് ഒരാൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ 35-40 മിനിമം 40-50 വയസ്സാണ്. അപ്പോഴേക്കും എന്ത് തീർന്നു? അവൻ്റെ ആരോഗ്യം തീർന്നു. പിന്നെ അവൻ ആ പൈസ കൊണ്ടൊരു ഉപകാരമില്ല. അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ താർക്കിട്ട് കൊടുക്കാനും വയ്യ, പിടിച്ചു വെച്ച് ജീവിക്കുകയും ചെയ്യും. അവനും ഉപകാരമില്ല, വേറെ ആർക്കും ഉപകാരമില്ല എന്നുള്ളത്. അതിൻ്റെ പേര് തല്ലും അടിപിടിയൊക്കെ ആയിട്ട് വേറെ ജീവിതം. വാട്ട് എവർ ഇറ്റ് ഇസ്, ലെറ്റ്സ് ഫോക്കസ് ഫോർ ദ ക്ലാസ്. സോ ക്രിയേറ്റിവിറ്റി, കോൺഫിഡൻസ് വി നീഡ്. എന്തും ചെയ്യാനുള്ള ധൈര്യം വേണം, തൻ്റെ ഇടം വേണം, കോൺഫിഡൻസ് വേണം നമുക്ക്. വി നീഡ് ദാറ്റ്. അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കഴിവാണ്. അത് ഇവിടെ നമ്മുടെ ബ്ലോക്കായി കിടക്കുക. കറേജ് നമുക്ക് വേണം, ധൈര്യം വേണം, എന്തിലൂടെയും കടന്നു പോകാനുള്ള ധൈര്യം. അതാണ് കറേജ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കടന്നു പോകാനുള്ള ധൈര്യം വേണം. ഇമോഷണൽ മെച്യൂരിറ്റി, പക്വത വേണം നമുക്ക്. പീപ്പിൾ സ്കിൽ വേണം നമുക്ക്. അടുത്തത് അഡാപ്റ്റബിലിറ്റി, സാഹചര്യങ്ങളോട് പൊരുതി മുന്നോട്ട് പോകാനുള്ള. ഇത് സാധാരണക്കാരനില്ല. മെച്യൂരിറ്റി, പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വളരെ ഇമോഷണലായിട്ട് റിയാക്ട് ചെയ്യുന്നു, അടിപിടി കൂടുന്നു, വഴക്കുണ്ടാക്കുന്നു, കുടുംബജീവിതത്തിലായിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ. അപ്ലിഫ്റ്റിംഗ് ബിലീഫ്, നല്ല ചിന്തകളിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്തകൾ സാധാരണക്കാരുടെ കൈകളിലേക്ക് വരുന്നില്ല. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കുറവാണ്. പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത്. ഇതെല്ലാം തീർന്നു, ഇനിയെല്ലാം കഴിഞ്ഞു, ഇനി നടക്കില്ല. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇല്ല, വളരാനുള്ള മൈൻഡ് സെറ്റ് ഇല്ല, വളരണം എന്നുള്ള ആഗ്രഹമില്ല. എനിക്കിതൊക്കെ മതി, ഇത്രയൊക്കെ മതി എന്നുള്ള ചിന്താഗതിയേ ഉള്ളൂ. എന്നെ കൊണ്ട് ഇതേ കഴിയുള്ളൂ, അതുകൊണ്ടാണ് എന്നെ കൊണ്ട് ഇതേ കഴിയുള്ളൂ, എനിക്ക് വളരാൻ കഴിയില്ല. ഇതൊക്കെ എന്നെ കൊണ്ട് എങ്ങനെ പറ്റും? ഞാൻ ഒരു 10ാം ക്ലാസ് കുസ്തിയല്ലേ, അല്ലെങ്കിൽ എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ലല്ലോ, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ? ഇതൊക്കെ പുതിയ പിള്ളേരുടെ കളിയാണ്, നടക്കില്ല. ക്രിട്ടിക്കൽ തിങ്കിങ്, ഇത് അവർക്കുണ്ട്. എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് ചോദിച്ചാൽ അവരെന്താന്ന് ചോദിക്കും. ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്. സാഹചര്യത്തിനനുസരിച്ച് തീരുമാനം വളരെ കുറവാണ്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഇതുള്ളൂ. ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ മാത്രമുള്ളതില്ല. പ്രോബ്ലം സോൾവിങ് സ്കില്ല്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഇതൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന കഴിവുകളെല്ലാം അവർക്കെല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ ഉപയോഗിക്കുന്നത് വിജയത്തിന് വേണ്ടിയിട്ടോ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടോ അല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടോ അല്ല, വ്യക്തിപരമായിട്ടുള്ള ജീവിതം, ക്വാളിറ്റി ഓഫ് ലൈഫ് മുന്നേറാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഉപയോഗിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തിനുള്ളിൽ ഒതുങ്ങി ജീവിക്കേണ്ടി വരുന്ന, അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ലിമിറ്റിംഗ് ബിലീഫിനുള്ളിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒതുങ്ങി ജീവിക്കുക. ഇല്ലെങ്കിൽ ഒറ്റപ്പെടും, ഇല്ലെങ്കിൽ ശരിയല്ല, ഇല്ലെങ്കിൽ അപകടമാണ് എന്നുള്ള ആ ഭയമുള്ള ജീവിതം, അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി ഇത് ഭയങ്കരമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. They will be so creative. They will be so these poor people. So it's all brainwashed. Then problem solving ability, analytical thinking, ഇത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല വലിയ രീതിയിലേക്ക്. ഒബ്സർവേഷൻ സ്കില്ല് ഉപയോഗിക്കാൻ, വാല്യൂ എഡ്യൂക്കേഷൻ, ക്യൂരിയോസിറ്റി ആൻഡ് ലേണിംഗ്, പഠിക്കാനുള്ള അപാരമായി പഠിക്കാനുള്ള താല്പര്യം എന്ത് സാധാരണക്കാർക്ക് ഇല്ലാണ്ടായി പോയി. ആരാ ഇതിന്റെ കാരണക്കാര്? പലർക്കും എന്ത് പഠിക്കാൻ കഴിയാതെ പോയി. ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ദാറ്റ്സ് വൈ നമ്മുടെ ഇവിടുത്തെ സ്കൂൾ സിസ്റ്റം നമ്മളെയൊക്കെ പഠിക്കാനുള്ള താല്പര്യം കളയുന്ന രീതിയിൽ പീഡിപ്പിച്ചു, ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ പഠിപ്പിച്ചു, ബുദ്ധിമുട്ടാക്കി. അങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് പോയി. നമുക്ക് പിന്നെ പഠിക്കാൻ താല്പര്യമില്ല, അറിയില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള അവസ്ഥയായി. റിസോഴ്സ്ഫുൾനെസ്, ഒന്നുമില്ലെങ്കിലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മനസ്സ് വെച്ചാൽ എല്ലാം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള, ഇത് ഞാൻ എവിടെയെങ്കിലും കണ്ടെത്തും, പണമില്ലെങ്കിൽ പണം ഞാൻ സൃഷ്ടിക്കുമെന്ന് ചിന്തിക്കാനുള്ള കഴിവ്, അവസരങ്ങളില്ലെങ്കിൽ അവസരം ഞാൻ സൃഷ്ടിക്കുമെന്ന് ചിന്തിക്കാനുള്ള കഴിവ്, റിസോഴ്സ്ഫുൾനെസ് നമുക്കില്ല. ടോളറൻസ്, ക്ഷമ, അത് വളരെ കുറവാണ്. വില്ലിങ്നെസ് ടു ലേൺ, പഠിക്കാനുള്ള മനസ്സില്ല, എല്ലാം എനിക്ക് അറിയാന്നുള്ള ചിന്താഗതിയാണ്. ഇതെല്ലാം ഞാൻ ചിന്തിച്ചത്, ഇതെല്ലാം ഞാൻ അറിഞ്ഞത്, എല്ലാം ഞാനെന്ന ഭാവത്തിലാണ്. ബീങ് കോച്ചബിൾ, ഇത്രയും ക്വാളിറ്റീസ് ഇല്ലാതെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യില്ല, വളരാൻ കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അത് നമുക്ക് വേണം വിജയിക്കണം എന്നുണ്ടെങ്കിൽ. നിങ്ങളോട് എനിക്ക് പറയാനുള്ള സന്തോഷമാണ്.
ഈ കഴിവുകളെ മുഴുവൻ പുറത്തെടുക്കണം. മനസ്സെന്ന് പറയുന്നത് ഒരു നിലം പോലെയാണ്, ലൈക്ക് മണ്ണ് എന്താ പറയുക, ഭൂമി പോലെ, കൃഷിയിടം പോലെയാണ്. അവിടെ കൊണ്ടുപോയിട്ട് നമ്മളൊരു വൃക്ഷത്തൈ നമ്മൾ പാകണമെന്നുണ്ടെങ്കിൽ തരിച്ചായ ഭൂമിയിൽ കൊണ്ടുപോയിട്ട് ഒരു വൃക്ഷത്തായിട്ട് അത് വളരുമോ? കാട് പിടിച്ച് കിടക്കുന്ന ചപ്പുചോറുകൾ നിറഞ്ഞിട്ടുള്ള വളരുമോ? ഇല്ലല്ലോ, വളരില്ല. മറിച്ച് അത് ഉഴുത് മറിച്ച് ആ മണ്ണിൽ വളം ചേർത്ത് ഫലഭൂഷ്ഠത വർദ്ധിപ്പിച്ച് അതിൽ കൊണ്ടുപോയിട്ട് എന്താ വെച്ചാൽ നമ്മൾ വളമിട്ടിട്ട് അതിലേക്ക് കൊണ്ടുപോയിട്ട് എന്താ വെച്ചാൽ വിത്ത് പാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിത്ത് എന്ത് തഴച്ചോളരും. കാരണം ആ മണ്ണിൽ നിന്ന് അതിന് കിട്ടേണ്ട എനർജിയുണ്ട്, അത് ഫലഭൂഷ്ഠതയുണ്ട്, അത് മുഴുവൻ കിട്ടുന്നത് കൊണ്ടാണ്. എന്നതുപോലെ നമുക്കെല്ലാവർക്കും ഗോളുകളുണ്ട്. എന്തുകൊണ്ട് ഞാൻ അച്ചീവ് ചെയ്യുന്നില്ല? വായി ഈ ഗോൾ സെറ്റ് ചെയ്തവൻ എന്ത് ചെയ്യണം? അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ അപാരമായ എനർജി വേണം. മനസ്സിൽ നിന്ന് കിട്ടേണ്ട ഈ കഴിവുകളൊക്കെ കിട്ടിയാലേ ഇത് പോവുള്ളൂ. ഇതാണ് ഫ്യൂവല്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മെന്റൽ റിസോഴ്സസ് ആണ് അതിന്റെ ഫ്യൂവല്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റീസ് നമുക്ക് വേണം. അത് അവിടെ കിടക്കുകയാണോ? അതിനെ തരിശ് ഭൂമിയെ പോലെ ആക്കി വെച്ചിരിക്കുക. ആ തരിശ് ഭൂമിയിൽ കൊണ്ടുപോയിട്ട് വിത്ത് പാകി കഴിഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇങ്ങനെ കിടക്കുന്ന ഉണങ്ങിക്കിടക്കുന്ന മനസ്സിൽ കൊണ്ടുപോയിട്ട് ആഗ്രഹങ്ങൾ വെച്ചിട്ട് കാരണം നിങ്ങൾ അച്ചീവ് ചെയ്യൂല. കാരണം നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പുറത്തു വന്നിട്ട് ആ ഗോളിന് വേണ്ടിയിട്ട് അത് കിട്ടുന്നില്ല. യു നീഡ് ദാറ്റ്. യുവർ ഗോൾ നീഡ്സ് ദാറ്റ്. യുവർ ഗോൾ നീഡ്സ് ദാറ്റ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അത് വേണം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്ക്. അതുകൊണ്ട് ഫ്രീ ആക്ക്. സോ യു ഹാവ് ടു ഫ്രീ യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആക്കണം. ലിമിറ്റിംഗ് ബിലീഫുകളിൽ നിന്ന്, തെറ്റായ ചിന്തകളിൽ നിന്ന്, അന്ധമായ വിശ്വാസങ്ങളിൽ നിന്ന് ഫ്രീ ആക്കിയിട്ട് ലക്ഷ്യത്തിന് അനുയോജ്യമായ ചിന്തകളും വിശ്വാസങ്ങളും കാര്യങ്ങളും കൊടുക്കണം. അതിനെ പറയുന്ന പേരാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ്. യു ഹാവ് ടു ഡു ദാറ്റ്. നിങ്ങളിപ്പോൾ ജീവിക്കുന്ന മൈൻഡ് നിങ്ങളുടേതല്ല, നിങ്ങളുടെ സൊസൈറ്റിയുടെ മൈൻഡിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ മൈൻഡിലാണ് ഞാനെന്തോ സംഭവമാണ്, ഞാൻ തേങ്ങയാണ്. നമ്മൾ അതൊന്നുമല്ല. സ്വന്തം ഐഡന്റിറ്റി പോലും ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ പറഞ്ഞ ആനാണ് ഞാൻ. നിങ്ങളുടെ പേര് പോലും നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായിട്ടാണോ ഒട്ടെ? നിങ്ങളാണോ ഒട്ടെ? അല്ല. നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ഇല്ല, ഒന്നുമില്ല. സ്വന്തം ഞാൻ ആരാ എന്താണെന്ന് അറിയില്ല. എന്റെ ആഗ്രഹങ്ങൾ, സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നിങ്ങളാവുന്നത്. സ്വന്തം ഐഡന്റിറ്റിക്ക് അനുസരിച്ച് ജീവിച്ചു തുടങ്ങും. നിങ്ങൾക്ക് സ്വന്തമായ നിലപാടുകൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളാവുന്നത്. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ കഴിവെന്താണ്, നിങ്ങളുടെ കപ്പാസിറ്റി എന്താണ് തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോഴാണ് നിങ്ങളാവുന്നത്. That's when you become, that's when you live your life and be that. അതിനു വേണ്ടിയിട്ട് നേരം ഇപ്പോഴുള്ള മൈൻഡിനെ ഒന്ന് റെഡി ആക്കിയിട്ട് മാറ്റിയെടുക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? മൈൻഡ് റീപ്രോഗ്രാം ചെയ്യണം. അതിന് ഒരുപാട് മെത്തേഡുകൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളത്. നിങ്ങൾ പഠിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് വർദ്ധിപ്പിക്കണം. മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ നിങ്ങളുടെ ഇമോഷണൽ ബ്ലോക്കുകൾ ഓരോന്നിനെയും റിമൂവ് ചെയ്യണം. അത് ഫിനാൻഷ്യൽ ബ്ലോക്ക് ഉണ്ട്, പണം വരാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്, കരിയറിൽ വിജയിക്കാത്തതിന്റെ, പഠിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്, ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ സ്പിരിച്വൽ ആയിട്ടുള്ള ബ്ലോക്കുകൾ നിങ്ങൾക്കുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന റിലീജിയസ് ലെവലുള്ള ബ്ലോക്കുകളുണ്ട്. ഇത്രയും കാര്യങ്ങൾ മൂലം നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ കഴിവുകൾ ബ്ലോക്കായി കിടക്കുകയാണ്. നിങ്ങൾ അനുഭവിച്ച വേദനകൾ മൂലം, ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടാതെ പോയത്, ചതിക്കപ്പെട്ടതിന്റെ പേരിൽ, വേദനിപ്പിക്കപ്പെട്ടതിന്റെ, പരിഹസിക്കപ്പെട്ടതിന്റെ പേരിൽ, ഒറ്റപ്പെടുത്തപ്പെട്ടതിന്റെ പേരിൽ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അതുമൂലം ആ കഴിവുകൾ പുറത്തു വരാൻ കഴിയുന്നില്ല. ആ മാലിന്യങ്ങൾ മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. ആ മാലിന്യങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. പലരോടുള്ള വെറുപ്പും വിദ്വേഷവും പകയും സങ്കടവും വിഷമവും കാര്യങ്ങളും കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ എനർജിയിൽ ആ എനർജി മുഴുവൻ, മനസ്സിന്റെ ഫലഭൂഷ്ഠത മുഴുവൻ ഈ പറഞ്ഞിരിക്കുന്ന വെറുപ്പും വിദ്വേഷവും പകയും കാര്യങ്ങളും സംഭവങ്ങളും വലിച്ചൂറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഴയ അനുഭവങ്ങൾ വലിച്ചൂറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ വളരെ റോങ് ആയിട്ടുള്ള കാഴ്ചപ്പാട് തന്നിരിക്കുകയാണ്. പലരെയും വിശ്വസിക്കാൻ പാടില്ല. ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചതിക്കാം. ഈ ലോകം നെഗറ്റീവാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ മുന്നിട്ടിറങ്ങാൻ പേടിയാണ്. വിജയിക്കുക എന്നുള്ള ധൈര്യമില്ല. നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങൾ കൂടെ ഉണ്ടാവില്ല എന്നുള്ള ചിന്താഗതിയാണ്. അത് നമ്മൾ അനുഭവിച്ച ജീവിത സാഹചര്യം മുതൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളും മാലിന്യം അത് റിമൂവ് ചെയ്യണം. ഇമോഷണൽ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യണം. ഫിനാൻഷ്യൽ ബ്ലോക്ക് ഉണ്ട്, അത് റിമൂവ് ചെയ്യണം. പേഴ്സണൽ ലൈഫിൽ ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് ഓരോ ഗോളുകളും എന്ത് ചെയ്യണം? നിങ്ങൾ ബാലൻസ് ചെയ്യണം. ഓരോ ഏരിയാസിലും ഗോൾ സെറ്റ് ചെയ്യണം. നിങ്ങളെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും അവിടെ ഇവിടെയും പറ്റിച്ചവരൊന്നും അല്ല. യഥാർത്ഥ പറ്റിക്കൽ നടന്നത് സൊസൈറ്റി, ദേ ബ്രെയിൻ വാഷ്ഡ് യു. Okay, the systems, they brainwashed you. Get out of there, live your life, live your dreams. Wish you all the very best. Thank you so much. Have a great day.